ഒരിക്കൽ ഊളംപാറയിൽ നിന്ന് കോഴിക്കോട് കുതിരവട്ടത്തേക്കൊരു ഡോക്ടർ സ്ഥലം മാറി വന്നു. അങ്ങനെ ഡോക്ടർ ആദ്യത്തെ ദിവസത്തെ റൗണ്ട്സിന് പോകുമ്പോൾ ഒരു സിസ്റ്ററുണ്ട്, ഒരു കമ്പൗണ്ടറുണ്ട്. ഇവരിങ്ങനെ പോയി ഓരോരോ രോഗികളെ കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ചെന്നപ്പോൾ ഒരു മുറിയിൽ നിന്നൊരു ചങ്ങായി സിസിലി, എൻ്റെ മോളെ സിസിലി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അയാളുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഡോക്ടർ മരുന്ന് കൊടുത്തു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അടുത്ത മുറിയിൽ നിന്ന് വീണ്ടും ഇതേപോലെ തന്നെ സിസിലി എടീന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. രണ്ട് മുറിയിലുള്ള ആൾക്കാരും സിസിലി സിസിലി എന്ന് വിളിച്ച കാര്യം. അപ്പോൾ ഡോക്ടർ സിസ്റ്ററോട് ചോദിച്ചു, അല്ല ഇവർ രണ്ടാളും എന്താണ് സിസിലി എന്ന് വിളിച്ച് കരയുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞാൽ അതെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞാൽ ശരിയല്ല, നമുക്ക് മീറ്റിങ്ങിൻ്റെ സമയത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിൻ്റെ സമയത്ത് സിസ്റ്റർ പറയാമെന്ന്. അപ്പോൾ സിസ്റ്ററും ഡോക്ടറും മാത്രമേ ഉള്ളൂ. അതെ, ഒന്നാമത്തെ മുറിയുള്ള ചങ്ങായി കരഞ്ഞ എന്തിനാണെന്നറിയോ? ഇല്ല, സിസിലിനെ കല്യാണം കഴിച്ചിട്ട് ഭ്രാന്തായിട്ട്. രണ്ടാമത്തെ മുറിയുള്ള ചങ്ങായി സിസിലിനെ കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞിട്ട് ഭ്രാന്തായിട്ട്. ഓക്കെ, കഥ ഇവിടെ തീർന്നില്ല, ടെസ്റ്റ് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും പോയപ്പോൾ ഈ രണ്ട് മുറിയിലുള്ള ആൾക്കാരും കരയുന്നില്ല, സിസ്റ്ററുണ്ട് ഡോക്ടറുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ മീറ്റിങ്ങിൻ്റെ സമയത്ത് സിസ്റ്ററോട് ചോദിച്ചാൽ, അല്ല സിസ്റ്ററെ, ഇന്നലെ നമ്മൾ കൊടുത്ത മരുന്ന് കറക്റ്റായിട്ട് ഫലിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇവർ രണ്ടാളും കരയാത്തൊന്നും, നല്ല ഡീസൻ്റ് ആണല്ലോ ഇന്ന് രണ്ടാളും എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറയാനേ, അതുകൊണ്ടല്ല ഡോക്ടറെ, ഇന്ന് കമ്പൗണ്ടർ നമ്മളെ കൂടി ഇല്ലല്ലോ, അതുകൊണ്ടാണ് കരയാത്തെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? കമ്പൗണ്ടർ എന്താ പറ്റേ? ഇന്നെന്താ വരാത്തെ? അത് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഈ കമ്പൗണ്ടർ ഉണ്ടല്ലോ, ഈ സിസിലി ഇപ്പോൾ കമ്പൗണ്ടർ ഭാര്യ, അതുകൊണ്ടാണ് സിസിലി കരയാത്തതെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു, അപ്പോൾ കമ്പൗണ്ടർ ഇന്ന് അവിടെ പോയി ഇന്നെന്താ ലീവാക്കിയത്? ഒന്നുമില്ല, കമ്പൗണ്ടറിന് എന്തോ ഒരു ചെറിയ മാനസിക പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ട്, മരുന്ന് കഴിച്ച് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു.